പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും പ്രണയിക്കാൻ ഇഷ്ടമാണ്. നമുക്കെന്ന പ്രണയത്തെക്കുറിച്ചൊന്ന് കേട്ടാലോ? ഇതിനുമുമ്പ് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ നമുക്കറിയാം, ഫെബ്രുവരി 14. നമ്മൾ പ്രണയിക്കുന്നവർക്ക് പൂവൊക്കെ കൊടുത്ത് ഒരാഴ്ച മുമ്പേ നമ്മളിതിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും അല്ലേ? പക്ഷേ ഈ വാലന്റൈൻസ് ഡേ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ പേരെങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ നമുക്കറിയോ? നമ്മുടെ ഈ കാണുന്ന പള്ളിയാണ് സെയിന്റ് വാലന്റൈൻ്റെ പള്ളി. അതായത് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ളൊരു പള്ളിയാണ് കേട്ടോ. നിങ്ങളുടെ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും റോമിൽ കാണും, വെനീസ്, പാതയൊക്കെ പോയാൽ ഈ ഒരു പള്ളിയും കൂടി കാണുക. അതായത് റോമിലല്ല, ഇറ്റലിയിൽ തേരണി എന്ന സ്ഥലത്ത് സെയിന്റ് വാലന്റൈൻ്റെ പള്ളി. അതായത് പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു പള്ളിയാണ്. സെയിന്റ് വാലന്റൈൻ്റെ ഒരു ശരീരം വരെയുണ്ട് അവിടെ. സെയിന്റ് വാലന്റൈൻ്റെ തലയുടെ നെറ്റിയുടെ തലോട്ടിയുടെ ഒരു ഭാഗം കാണുന്ന ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റയാണ് ഈ കാണുന്നത്. വളരെ അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ആർക്കിയോളജി, അതായത് പണ്ടത്തെ അവിടെ ഉണ്ടായിരുന്ന കല്ലറകൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ആർക്കിയോളജി, ഒരു മ്യൂസിയം പോലെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്നത് ഫെബ്രുവരി 14 അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവിടെ വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ ആഘോഷത്തിന് ഒരുക്കമായിട്ടുള്ള ദിവ്യബലിയാണ്. 25 അച്ഛന്മാരുണ്ട്. അതായത് 25 അച്ഛന്മാർ ഒരുമിച്ചിരുന്ന് ബലിയർപ്പിക്കുകയായിരുന്നു. അത്രയ്ക്ക് വലിയ പ്രാധാന്യമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ എന്താ പറയുക, പ്രണയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തായാലും വാലന്റൈൻസ് ഡേ വരും. വാലന്റൈൻസ് ഡേ ഉണ്ടെങ്കിൽ ഒരു പള്ളിയുണ്ട്. കാരണം സെയിന്റ് വാലന്റൈൻ്റെ ബോഡി ഇവിടെയാണുള്ളത്. ഇവിടെയാണ് സെയിന്റ് വാലന്റൈൻ അടക്കിയിരിക്കുന്നുള്ളത്. അപ്പോൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. പ്രണയിനികൾക്ക് മാത്രമായിട്ടല്ല, ഒപ്പം നമ്മുടെ മാതാപിതാക്കളെ അവരും നല്ല കാമുകന്മാരാണല്ലോ. ഒപ്പം ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവർക്കും വരാം. ഒരുമിച്ച് കപ്പിളായിട്ട് വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്.